ഹേ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ കാന്താര കണ്ടുവന്നിരിക്കുകയാണ്. കാന്താര ചാപ്റ്റർ 1 ലെജൻഡ്സ്. എൻ്റെ പൊന്നളിയ പീക്ക് ലെവൽ എക്സ്പീരിയൻസ്. ഞാൻ ഇത്രയ്ക്കും സിനിമ ഇറങ്ങിയിട്ട് ഇപ്പോൾ ഇത് മൂന്നാമത്തെ ദിവസമാണ്. ഞാൻ ഇത്തിരി വൈകിപ്പോയി, കാരണം എന്താ പറയുക, ഫസ്റ്റത്തെ ദിവസം തന്നെ കാണണമെന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്കൊന്ന് എന്താ പറയുക പോകാൻ പറ്റിയില്ല. പിന്നെ ഇങ്ങനെ വെള്ളി ഇപ്പോൾ ശനിയാഴ്ച ഇങ്ങനെ കണ്ടു. പടൻ്റെ പൊന്നാണ് പീക്ക്. ഞാൻ ഓരോ സംഭവം എടുത്ത് പറയും. എന്താ പറയുക, നമ്മുടെ എല്ലാത്തിലും പടം പീക്ക് ലെവലാണ്. എൻ്റെ പൊന്ന് ഋഷഭ് ഷെട്ടി ബ്രോ, എങ്ങനെയാണ് ഈ പടം, പുള്ളി എങ്ങനെയാണ് ഈ പടം ചെയ്തത്? ഡയറക്ഷനും ആക്ടിങ്ങും സ്റ്റോറി സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഒരു രക്ഷയില്ലാത്ത സ്ക്രിപ്റ്റാണ്. ക്ലീശ പരിപാടി എന്നൊന്നും പറയാനൊന്നും പറ്റുന്നില്ല. ഇത് അങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. പിന്നെ ലാസ്റ്റത്തെ ഒരു ട്വിസ്റ്റ് ഉണ്ടായിരുന്നു, അത് ഞാൻ പറയാം. അത് ഒരു ഞാൻ പറഞ്ഞില്ലേ, കാന്താര ഫസ്റ്റ് പാർട്ട് എനിക്ക് ക്ലൈമാക്സിലത്തെ ആ ഒരു 20 മിനിറ്റിലായിരുന്നു അത് കിട്ടിയത്. ഇത് കിട്ടിയില്ലെങ്കിൽ സാധാരണ ഒരു പടം, അല്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് ആ പടം ഇഷ്ടപ്പെട്ടില്ല എന്നല്ല പറയാം. ലാസ്റ്റത്തെ ക്ലൈമാക്സ് ഇല്ലെങ്കിൽ ആ പടം എനിക്ക് അതൊരു ആവറേജ് പടം. എനിക്ക് അതിലത്തെ കോമഡികളൊന്നും അധികം ഒന്നും വർക്കൗട്ട് ആയിട്ടില്ല. പിന്നെ അതിലത്തെ കുറേ കാര്യങ്ങളൊന്നും എനിക്ക് അങ്ങോട്ട് ശരിയാവണില്ലായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു അവിടുത്തെ കൾച്ചറിൽ എടുത്ത കാരണം അങ്ങനത്തെ ഒരു ഫീലിംഗ് കിട്ടി. പക്ഷെ ലാസ്റ്റത്തെ ക്ലൈമാക്സിലാണ് ആ പടം പീക്കായത്. അപ്പം ഇതിലും എനിക്ക് സെക്കൻഡ് ഹാഫിൽ പീക്കായി അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. പടം തുടങ്ങി അപ്പം തന്നെ ഞാൻ അതിൽ ഇരുന്നായി. ഞാൻ അതിലേക്ക് ആ സിനിമയിലൊക്കെ കയറി. ഞാനിങ്ങനെ ഒരു സ്വപ്നം കാണുന്ന പോലെ ഞാനങ്ങനെ കണ്ടു. പക്ഷെ എനിക്ക് അത് ഇങ്ങനെ മര്യാദയ്ക്ക് അത് എന്താ പറയുക എൻജോയ് ചെയ്യാൻ പറ്റാത്തത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റത്തെ സീൻ തൊട്ടിട്ട് ഇപ്പം ഈ ആൾക്കാർ, വേറെ കാണാൻ വരുന്ന ആൾക്കാരെ ഈ നേരത്തെ വരാണ്ട് സീറ്റ് ടോർച്ചിൽ ലൈറ്റ് എടുത്തിട്ട് ഇങ്ങനെ പോണത് എനിക്കത് ദേഷ്യം വന്ന്. അത് ഒരു 4-5 മിനിറ്റ് അങ്ങനെ തന്നെ പോയി. ഞാൻ അങ്ങോട്ട് തന്നെ മാക്സിമം ശ്രദ്ധിച്ചിരുന്നു. അപ്പം ഇങ്ങനെ പടം ഇങ്ങനെ അങ്ങോട്ട് കയറി. ഫസ്റ്റ് ഹാഫ് ഇങ്ങനെ ഋഷഭ് ഷെട്ടിൻ്റെ ഇൻട്രോ കഴിഞ്ഞ് അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇൻട്രോ ഒക്കെ അടിപൊളിയായിരുന്നു പുള്ളിൻ്റെ. പിന്നെ കാന്താര എന്നൊക്കെ എഴുതി ടൈറ്റിൽ കാർഡൊക്കെ എന്തായിരുന്നു പവർ. തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത്, സൗണ്ട് മിക്സിംഗ് ഒക്കെ ഒരു രക്ഷയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഋഷഭ് ഷെട്ടിൻ്റെ ആക്ടിങ്ങിനെ പറ്റിയിട്ട് പറയേണ്ട ആവശ്യമില്ല, പ്രൂവൻ ചെയ്തതാണ്. പക്ഷേ ഈ പടത്തിലും പുള്ളി അങ്ങോട്ട് ഇതിലും കൂടി നാഷണൽ അവാർഡ് കിട്ടണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. കാരണം അത്രയ്ക്ക് പീക്ക് ലെവലെത്തി പുള്ളി. ഇതിലും കൂടി നാഷണൽ അവാർഡ് കിട്ടണമെന്ന്. എന്താ പെർഫോമൻസ്, എൻ്റെ പൊന്നെ, എങ്ങനെ ഒരു ജാതി വെർസിലിറ്റായിട്ടുണ്ട്. കോമഡി വർക്കൗട്ടായിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ പൊട്ടിച്ചിരിക്കാനോ എങ്ങനെയല്ല, അവിടുത്തെ കൾച്ചറിൽ ഇഷ്ടപ്പെടും ഈ ഫ്രം സോ പോലത്തെ പരിപാടിയൊക്കെ. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് കോമഡി, പിന്നെ റൊമാൻസ്, പിന്നെ ആക്ഷൻ, പിന്നെ തെയ്യം കറികൾ വരുമ്പോൾ സാധനം കിട്ടും. അത് ശരിക്കും കയറിയതാണെന്നാണ് എനിക്ക് ശരിക്കും കയറിയ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ചിലപ്പോൾ കയറിയിട്ടുണ്ടാവും. എനിക്ക് ചില ആക്ടേഴ്സിന് ചില ക്യാരക്ടർ അവർ ജനിച്ച് തന്നെ ഈ ക്യാരക്ടർ ചെയ്യാനാണെന്ന് പറയണ പോലെ. ഈ ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ ലോകയിൽ കല്യാണി ചേച്ചി മറ്റേ കല്യാങ്കാട്ട് നീലി ചെയ്തില്ലേ, ചന്ദ്ര ക്യാരക്ടർ, ആ പുള്ളിക്കാരി ജനിച്ചത് തന്നെ ആ കഥാപാത്രം ചെയ്യണമെന്ന് പറയുന്ന പോലത്തെ പെർഫോമൻസ് ആയിരുന്നു. പിന്നെ പ്രഭാസ്, ബാഹുബലി, പുള്ളിനെക്കാളും നന്നായിട്ട് വേറെ ഒരാൾക്ക് ചെയ്യാൻ പറ്റില്ല. ഒറ്റ റീപ്ലേസ് ചെയ്യാനും പറ്റില്ല. ആ ഒരു സ്വാഗും സ്ക്രീൻ പ്രസൻസൊന്നും വേറെ ആയിരിക്കും. അതേപോലെ അതിൻ്റെ വില്ലനായിട്ടുള്ള പലുവാത്തൻ ദേവന്, രാണുതൊക്കെ പെട്ടി. പിന്നെ നമ്മുടെ KGF റോക്കി ബൈ, പിന്നെ ലാലേട്ടന് ഇതേപോലത്തെ ബ്രോൺ റോഡ്സ് ഉണ്ട് കുറേ. മംഗലശ്ശേരി, നീലകണ്ഠൻ, വാനപ്രസ്ഥം, ഭ്രമരം, അങ്ങനത്തെ കുറച്ച് പടങ്ങളൊക്കെ ഉണ്ട്. കിരീടം, അങ്ങനത്തെ കുറച്ച് ഉണ്ട്. പിന്നെ കമലഹാസനാണെങ്കിലും കുറേ ഇഷ്ടം പോലെ പടങ്ങളുണ്ട്. രജനീകാന്തിൻ്റെ ഭാഷ, അവരൊക്കെ ജയിക്കണത് തന്നെ ഈ പടം ചെയ്യാനെന്ന് പറയണ പോലത്തെ ഒരു
സംഭവമില്ല. അതാണ് പുള്ളിനെക്കാളും നന്നായിട്ട് വേറെ ഒരു നടനും കിട്ടില്ല. ഋഷഭ് ഷെട്ടി ഒരു രക്ഷയില്ല. എന്നിട്ട് നമ്മുടെ ഇത് VFX ചെയ്തിരിക്കുന്ന ഒരു രക്ഷയില്ല. VFX ചെയ്തിരിക്കുന്നത് നമ്മുടെ റെഡ് ചില്ലി എൻ്റർടൈൻമെൻറ്റ്സ് ആണ്. നമ്മുടെ SRKൻ്റെ ഷാറുഖ് ഭായിൻ്റെ VFX ആണ്. ഒരു രക്ഷയില്ല, കിഡു ഐറ്റം. സൗണ്ട് ആരാണെന്ന് എനിക്കറിയില്ല, സൗണ്ട് അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഹൊമ്പാലെ ഫീലിങ്സ് എന്ന് പറയുമ്പോൾ ഒരു ഫീൽ അത് എഴുതി കാണിക്കുമ്പോൾ തന്നെ കിട്ടി. എന്തായാലും പിടയ്ക്കും എന്ന് പറഞ്ഞിട്ടൊരു സാധനം. ഈ മറ്റേ ഒരു പടം കഴിഞ്ഞിട്ട് അടുത്ത പടമാകുമ്പോൾ പല സിനിമകളും പാളിപ്പോവാറാണ് പതിവ്. നമ്മുടെ ഉദാഹരണം എമ്പുരാൻ, പുഷ്പ, അങ്ങനത്തെ. കൂടി ബാഹുബലിയും KGF മാത്രമാണ് സെക്കൻഡ് പാർട്ടിൽ അങ്ങോട്ട് ശരിയായത്. പിന്നെ രാവണപ്രഭു, അതൊക്കെയാണ് സെക്കൻഡ് പാർട്ടിൽ അങ്ങോട്ട് ഇതായത്. പക്ഷേ ഈ പടം ഒരു രക്ഷയില്ല. ഫസ്റ്റ് പാർട്ടിനേക്കാളും എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടു. തുടക്കം മുതലേ പടങ്ങൾ ഇഷ്ടപ്പെട്ടു. പിന്നെ അവിടുത്തെ കുറേ പരിപാടി സത്യം പറഞ്ഞ് ഫസ്റ്റത്തെ പാട്ടും സെക്കൻഡ് പാട്ട് കണ്ടപ്പോഴേ യാതൊരുവിധ ബന്ധമില്ലാത്ത പോലെ ചെറിയൊരു ഫീല്. അതിലും ലാസ്റ്റത്തിലും കഥ വേറെയാണ്. ഫസ്റ്റ് പാട്ട് കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കാണാം. പിന്നെ സിനിമാറ്റോഗ്രഫി അരവിന്ദ് കശ്യപ്പായിരുന്നു. എൻ്റെ പൊന്ന് ഫൈറ്റ് കൊറിയോഗ്രാഫി ആരാണ്? ഫൈറ്റ് കൊറിയോഗ്രാഫിയോ അതെ, രണ്ടും കൂടി ക്യാമറ വെച്ച് പടച്ച സാധനം ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല. അപ്പോൾ എന്തൊക്കെയായാലും ഇതിലത്തെ വില്ലൻ അടിപൊളിയായിരുന്നു. വില്ലനൊക്കെ എന്താ സാധനം. പിന്നെ നമ്മുടെ ജയറാമേട്ടൻ എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര അധികം സന്തോഷവും അഭിമാനമൊക്കെ തോന്നി മലയാളിയായത്. കാരണം പല അന്യഭാഷയിൽ പോയിട്ട് കുറേ കോമാളി വേഷം, 10 പൈസയ്ക്ക് കൊള്ളാത്ത കുറേ കോമാളി വേഷം പുള്ളി സ്വന്തമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു ഇനിയും മോശം പടം ചിലപ്പോൾ വരാം. സ്ക്രിപ്റ്റ് സെലക്ഷൻ വളരെയധികം മോശമാണെന്നൊക്കെ പറയാം. അല്ല, പുള്ളി ഇങ്ങനെ വന്നതാ. പുള്ളിൻ്റെ സ്റ്റാർഡവും കേരളത്തിലൊരു സൂപ്പർ സ്റ്റാറാണെന്നും ഒന്നും പുള്ളി ഇങ്ങനെ ചിന്തിക്കാതെ പല ഭാഷകളിൽ പോയിട്ട് ഇങ്ങനത്തെ പരിപാടി ചെയ്യാം. എനിക്ക് പടം കണ്ടിട്ട് തൃപ്തിയായി, എനിക്ക് അഭിമാനമായി പുള്ളി. പിന്നെ ഒരു രക്ഷയില്ല. പിന്നെ പുള്ളീൻ്റെ കൂടെ ഉണ്ടായ ഒരാളുണ്ട്, രുക്മണി വസന്ത്. എൻ്റെ പൊന്നാളിയ. സപ്തസാഗർ ദച്ചേലം എന്ന് പറഞ്ഞ പടം കഴിഞ്ഞതിൻ്റെ ശേഷം എനിക്ക് പുള്ളിക്കതിന് ഒട്ടുക്കത്തെ ഇഷ്ടം, ക്രഷാണെന്ന് തന്നെ പറയാം. ഞാൻ ലുക്ക് കൊണ്ടേ പുള്ളിക്കാരി ക്രഷ് അടിച്ചു. ഈ പടത്തിൽ പുള്ളിക്കാരനെക്കാളും ഒടുക്കത്തെ ഭംഗിയ. പൊന്നിൻ സെൽവനിൽ തൃശ്ശേനെക്കാളും ഭംഗിയ. അതല്ല എനിക്ക് ഇതിലത്തെ കോസ്റ്റ്യൂം ഡിസൈനർ ആരാണ് രുക്മിണി. എൻ്റെ പൊന്നാടി, ഒരു രക്ഷയില്ല. ഞാൻ സ്പോയിലറായി പോവും, അതുകൊണ്ട് ഞാൻ ചെയ്തില്ല. ഞാൻ ഞെട്ടിച്ചു പോയി. അപ്പോൾ എനിക്കൊരു ചെറിയൊരു പടം കണ്ടവരുണ്ടാവും. അപ്പോൾ പടത്തിൽ എനിക്ക് കൂലി മണുത്തു. ഇതെങ്ങനെയായിരിക്കും അവസാനിക്കുക അതന്നെ എനിക്കറിയാം. അത് ക്യാരക്ടർ അങ്ങനത്തെ ഒരു സംഭവം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ് അവസാനിക്കുകയെന്ന് നമുക്കറിയാം. അപ്പോൾ പുള്ളിക്കാരി ആ സംഭവമൊക്കെ കിടിയിലാക്കിയിട്ടുണ്ട്. ആ ട്രാൻസിഷൻ സംഭവം പടച്ചിട്ടുണ്ടെന്ന് പറയാം. സാധനം ഇവരൊക്കെ കീറും. ഇവരൊക്കെ ഒരു രക്ഷയില്ല. ഞാൻ ലുക്ക് കൊണ്ട് ക്രഷ് അടിച്ചാണ്, പക്ഷേ ഇത് അഭിനയം കൊണ്ട്. പുള്ളിക്കാരി ഇങ്ങനത്തെ മദ്രാസി അങ്ങനത്തെ പടങ്ങളൊന്നും അഭിനയിക്കുന്ന ആളല്ലേ. ഇത് ഇങ്ങനത്തെ പൊളിക്കാലിബറുള്ള ഐറ്റമൊക്കെ കൊടുക്കണം. ഇനി എന്തായാലും കയറി പോകട്ടെ. ഇനി എന്തായാലും പടം ഫുള്ളും എൻ്റെ പൊന്നാടി എനിക്ക് ഇങ്ങോട്ട് കൺട്രോൾ കിട്ടില്ല പുള്ളിക്കാരെ കാണുക. അപ്പോൾ എന്തായാലും ഒരു രക്ഷയില്ലാത്ത പടമാണ്. നിങ്ങൾ ആരെങ്കിലും കാണാത്തുണ്ടെങ്കിൽ ഇപ്പം തന്നെ തിയേറ്ററിൽ പോയി കാണാം, മസ്റ്റ് വിസിറ്റാണ്. പിന്നെ എനിക്കൊരു വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. കാരണം ഫയർ എക്സിറ്റ് എന്ന് പറഞ്ഞിട്ട് സംഭവം ഉണ്ടല്ലേ, നിങ്ങളുടെ തിയേറ്ററിൽ പോകുമ്പോൾ ഇങ്ങനെ പച്ച ലൈറ്റ് അടിക്കും. അത് ഈ പുറത്ത് പോകാനുള്ള സിനിമ കണ്ടിട്ട് പുറത്ത് പോകാനുള്ള സാധനം. അതിൻ്റെ അടുത്താണ് ഞാൻ ഇരുന്നത്. അപ്പോൾ ഈ പടം ഞാനിങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ ഇവിടെയൊക്കെ അടിക്കുന്നത്. എനിക്കത് എൻജോയ് ചെയ്യാൻ ഞാൻ ഇങ്ങനെയാണ് പടം കണ്ടത്. സത്യം, ഞാൻ ഇങ്ങനെയാണ് പടം കണ്ടത്.
അപ്പം അങ്ങനത്തെ നല്ലൊരു പൊസിഷനിൽ ഇരുന്ന് സിനിമ കാണാം. നല്ലൊരു ബുക്ക് ചെയ്യുമ്പോൾ നല്ലൊരു സ്ഥലത്ത് പോയി ബുക്ക് ചെയ്ത് നല്ലൊരു 4K ഡോൾബി അറ്റ്മോസ്. HD കാണല്ലേ, 2K കാണല്ലേ, 4K ഡോൾബി അറ്റ്മോസ്. ഐനോക്സിലോ ഐമാക്സിലുണ്ട്, ഐമാക്സിൽ പിന്നെ PVR അവിടെയൊക്കെ പോയി കാണുക. തല്ലിപ്പൊളി പടന്തലൊന്നും പോയി കാണരുത്. അപ്പം ഞാൻ എന്തൊരു അവസ്ഥയാണ്. ഞാൻ ബുക്ക് മൈ ഷോയിലല്ല പോയത്, ഞാൻ അവിടെ പോയി ടിക്കറ്റ് എടുത്തതാണ്. അപ്പം ഞാൻ ഇങ്ങനത്തെ ഒരു സംഭവം വരും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അതെൻ്റെ ഒരു സിനിമയിൽ അതുങ്ങൾ ബാധിച്ചു. ഞാൻ ഒന്നുകൂടി പറ്റുകയാണെങ്കിൽ ഈ പടം ഒന്നുകൂടി കാണാം. എന്തായാലും കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും പോയി കാണാം. അപ്പോൾ ഗൈസ് ഓടിപ്പോയി കാണാം. ബൈ ബൈ. ബീജം ഒരു രക്ഷയിലായിരുന്നു. അജ്നീസ് ലോകനാഥ് മറ്റേ ആ സാധനം ഇല്ലേ, അത് ഇതിലിട്ട് പടച്ചിട്ട് പടച്ച ഒരു രക്ഷയില്ല, ക്ലൈമാക്സ് ഒരു രക്ഷയില്ല. അപ്പോൾ എന്തായാലും ആ സാധനങ്ങളൊക്കെ അടിപൊളി. എന്തായാലും പടം പോയി കാണാം. എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ അടിപൊളി കാണാം. അപ്പോൾ ബൈ ഋഷഭ് ഷെട്ടി ബ്രോ. ഞാൻ അദ്ദേഹത്തിനെ വളരെയധികം ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇങ്ങനെ ശരി ബൈ.